ഞാൻ നിക്കണോ തള്ളിയിടല്ല ആളെ. എന്താണ് വിചാരിച്ചോടെ? ഞാനാ പേടിച്ച്. എന്താണ് ഓടണ്? എന്താ കാരണം? എന്ന് നോക്കിയാലും അന്നെ അടിക്കലാലും മക പണി. അതിന്ന് ഞാന് ആ കടന്റെ അവിടെ നിൽക്കുന്നു. അപ്പൊ മൂത്തുമ്മക്ക് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരണ്ടാ? വന്നിരുന്നേ അവിടുന്ന്. അപ്പൊ ഞാൻ ഇമ്മ എന്നോട് പറയുന്നു മൂത്തുമ്മയും മൂത്താപ്പൊക്കെ വരികയാണെങ്കിൽ വണ്ടി എന്നിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആവോ മാറാനാ? അതിനല്ല. അപ്പൊ മൂത്തുമ്മയും മൂത്താപ്പയും എല്ലാരും അവിടുന്ന് വരുമ്പോ ഞാൻ ഓടി കളിച്ചിട്ട് ഞാൻ പെരയും വന്ന് ഒരു ഉമ്മാണ് പറഞ്ഞ് മൂത്തുമ്മയും മൂത്താപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു ഉമ്മാന്റെ കുട്ടി ഇപ്പോഴെങ്കിലും നല്ലൊരു കാര്യം ചെയ്തല്ലോ. മൂത്തുമ്മയും മൂത്താപ്പയും വരുമ്പോ എല്ലാ സാധനങ്ങളും മാറ്റിയേക്കാണ് അത്ര. അത് ശരി, കൊടുക്കണ്ടേ വെച്ചിട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പഞ്ചാരൊക്കെ മാറ്റിയേക്കാനാണ്. എന്നാ പിന്നെ പറയാലോ പഞ്ചാര ഇല്ല പണി ഇല്ലാന്ന് പറയുമ്പോ മൂത്തുമ്മ എന്തെങ്കിലും കൊടുക്കുമല്ലോ, കായ് കൊടുക്കുമല്ലേ. ഇന്റെ അമ്മ ഏതാ പഠിച്ച വെള്ളത്തിനറിയോ? അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഉമ്മാനോട്. ഉമ്മ അപ്പൊ പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ മൂത്താപ്പൊക്കെ വന്ന്. അപ്പൊ ഉമ്മ അല്ലാ 100 ആയുസാണ് താത്താക്ക് കാക്കാക്ക് എന്നും കുഞ്ഞാപ്പൂനോട് പറയും ഒന്ന് കാണാൻ പോവാൻ. ചെക്ക പറഞ്ഞ കേക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കാതൊന്നുമില്ല അമ്മ അങ്ങനെ പറയായിട്ടല്ലേ പറഞ്ഞു. അപ്പൊക്കെ ഉമ്മക്ക് ഒന്നും ദേഷ്യം പിടിച്ച്. എന്നിട്ട് പിന്നെ വർത്താനം പറഞ്ഞു ഇരിക്കി എന്താപ്പ തരിക മൂത്തുമാനോട് പറയാ താത്ത എന്താപ്പ തരിക എന്താണ് ചെക്കനോട് ഞാൻ പറഞ്ഞാണ് പഞ്ചാര വാങ്ങാൻ പറഞ്ഞിട്ട് ചെക്കൻ വാങ്ങി. അപ്പൊ മൂത്തും പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും വേണ്ട അന്നി മോനെ ഒന്ന് കാണാൻ വന്നതാന്ന് മൂത്തൊന്നും മുതാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇമ്മ അടുത്തേക്ക് എങ്ങനെ പറഞ്ഞു പഞ്ചാര ഇല്ല ചെക്കനോട് പറഞ്ഞാണ്. അപ്പൊ കേട്ടോ മൂത്തമ്മ ഒരു 100 കൊടുത്ത് തന്ന്. എന്നിട്ട് പറഞ്ഞു ഇനിയപ്പോ ഇത് പഞ്ചാര വാങ്ങിക്കോ, ഇനി വേറെ എന്തെങ്കിലും വേണാവശ്യം അല്ല അതൊന്നും വേണ്ട ഞാൻ മേടിച്ചോണ്ട് പറഞ്ഞു. മൂത്തമ്മ പാവാണ്. മൂത്തമ്മ പറഞ്ഞു വേണ്ട എനിക്കിപ്പോ പണിയൊന്നും ഇല്ലല്ലോ ഇനി മേടിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങളല്ലേ പഞ്ചാരയും ബിസ്ക്കറ്റൊക്കെ മാറ്റി വെച്ചത് ഞാൻ കണ്ടതല്ലേ പറഞ്ഞു. അത് കാട്ടോ ഉമ്മന്റെ കൊല്ലിക്കോ എന്താന്ന് മൂത്തമ്മ കാണാതെ. അപ്പൊ പറഞ്ഞു എന്നിട്ട് അപ്പൊ മൂത്തമ്മ എന്ത് ചോദിച്ചു? മൂത്തമ്മ കേട്ടില്ലാന്ന് തോന്നുന്നു. എന്തേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല ചെക്കന്റെ കിർക്കിന് ചെക്ക ഓരോന്ന് ഇപ്പൊ പെൺപ്രാന്തല്ലേ, പെണ്ണെട്ടാണ്ട് ഭ്രാന്ത് നടക്കല്ലേ. ഇപ്പൊ ആ മാളുവിന്റെ അടുത്ത് പോയിട്ട് മാളിൽ നല്ല അടിയും കിട്ടിക്കണ്. ഞാൻ മാളിനോട് ചോദിക്കാൻ വന്നപ്പോ ഞാൻ തന്നെ വസളായി. അല്ലെങ്കിൽ ഈ ചെക്കൻക്ക് ഭ്രാന്തല്ലേ, അല്ലെങ്കിൽ ആ പെണ്ണോടൊക്കെ പോയി ചോദിക്കാൻ വേണ്ടിയാ ചെക്കനെ ഏട്ടും വയസ്സിന് മൂത്തല്ല ഒരു പെണ്ണുകാരന്. മാളിപ്പോ ഉമ്മാന്റെ മുണ്ടും കൂടി ഇല്ല എത്രയാ. ഞാൻ മാളിനോട് കല്യാണം ചോദിച്ചതിന് മാലെ കാണുമ്പോ തന്നെ ദേഷ്യം എത്ര. അത് ഇമ്മ പറയാണ് ഉമ്മാനോട് മാള് 10 റുപ്യയുടെ കായ് ചോദിച്ചു നിങ്ങൾ പാവാണ് മാളെടുത്ത് തരും. പിന്നെ കാണുമ്പോ തന്നെ മാറി നടക്കുകയുണ്ടായിരുന്നു. അങ്ങനൊക്കെ പറഞ്ഞിട്ടാ മൂത്തമ്മയോട്. അപ്പൊ ഞാൻ നമുക്ക് ദേഷ്യത്തിൽ പറഞ്ഞു മൂത്തമ്മ ഇമ്മ പഞ്ചാരയും ബേക്കറിയും ഒക്കെ അവിടെ എടുത്തുവെച്ചിട്ടുണ്ട്. ഇമ്മ എന്നോട് പറഞ്ഞിങ്ങനെ ആരെങ്കിലും വരുമ്പോ വണ്ടി വന്നിട്ട് പറയണോന്ന്. അത് കേട്ടപ്പോ മൂത്തമ്മക്ക് എത്രാന്നായി. എങ്ങനെ ആവാതിരിക്കുക. അപ്പൊ ഒരു പ്ലാൻ മാറ്റല്. അപ്പൊ ഒരു ബൈക്ക് മാറ്റല്. താത്ത ഈ ചെക്കൻ വെറുതെ പറയാ ചെക്കൻ കൊറേ കുട്ടികളായിട്ട് വരും. അപ്പൊ ഞാൻ വിരുന്നേരൊക്കെ വരുമ്പോ ഞാന് ബേക്കറി ഒക്കെ കൊണ്ടുവെക്കണതാണ്. അത് ഞാനുണ്ട് മാറ്റി വെച്ചതാണ്. നിങ്ങളെ കണ്ടിട്ടൊന്നല്ലട്ടാന്ന് മുത്തമ്മക്കൊക്കെ മനസ്സിലായിരിക്കും. ഒരു ഉമ്മയുടെ അവത്ത് പോയി ഞാൻ ഇപ്പൊ വെള്ളം എടുക്കാന്ന്. കുറച്ച് പഞ്ചാരുണ്ട് ആയിട്ട് ഞാൻ വെള്ളം എടുക്കാം. ഞാൻ പോ നിന്നിട്ട് പിന്നെ പോയി ഒന്ന് മേടിച്ചോണ്ടിരായിരുന്നു. അപ്പൊ ഉമ്മ ഔത്തുക്ക് പോയപ്പോ മൂത്തുമ്മ പറയാലോ കണ്ടില്ലേ നിങ്ങളെ ഇളച്ചിനെ കണ്ടില്ലേ കല്യാണം കഴിച്ച കാലത്ത് എന്താണ് എന്റെ വാപ്പണ്ടല്ലോ വാപ്പാനോട് ഓരോന്ന് പറഞ്ഞിത്ര ഓരോന്ന് പറഞ്ഞിട്ട് നല്ല സ്വഭാവമായിരുന്നു കുഞ്ഞാപ്പൂന്റെ വാപ്പ. അതിനെ കൂടി മടക്കാക്കി. എന്നാലും ഓള് ഇപ്പൊ വജാതായിട്ടും ഓളെ അഹങ്കാരത്തിന് ഒരു മാറ്റമില്ല. താപ്പാനോട് പറയും എല്ലാരും മരിച്ചു പോണ്ട ആൾക്കാരല്ലേ. അത് ഈ കുഞ്ഞാപ്പൂന്റെ തെറ്റുണ്ടാവും. കുഞ്ഞാപ്പൂ ഒരു വളവും കാശമില്ലാത്തല്ലേ. അപ്പൊ മൂത്ത പറയേ വളവും വച്ചില്ലാന്നല്ല കുഞ്ഞാപ്പിന് വളവൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നോട് പറയാം വെള്ളം കാക്കാൻ ഞാൻ മാറി ചെന്ന്. അപ്പൊ ഇമ്മ ഇനി പറയാത്ത ഒന്നുമില്ല കട്ടേണ്ട തഞ്ചും കൊഞ്ചൊക്കെ നോക്കിട്ട് പറയാണ്ടാച്ചി തുമാരെ ഇല്ലാതാക്കിയില്ലേ
ആകെ 100 രൂപ കിട്ടിയിട്ടോളൂ എന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പിന്നെ ഓരോന്ന് പറഞ്ഞു വെള്ളം എന്നിട്ട് മുത്തമ്മ എന്നോട് പറയുന്നത് കുടിച്ചോളി അറിയാം അപ്പൊ ഞാൻ മുത്തമ്മയുടെ അറിഞ്ഞി അകത്തേക്ക് പോയപ്പോ പിന്നെ ഓരോന്ന് പറയണ മുത്തമ്മ നിങ്ങള് പോയിട്ട് എന്നെ കാട്ടൂന്ന് പറഞ്ഞിരിക്കണ് പറഞ്ഞു ഈ മക ആദ്യായി എന്നിട്ട് ഉമ്മാന്റെ ഒരു പൊന്നാരും ചോറ് വെച്ച് പോയാ മതി താത്ത കാക്ക ചോറ് വെച്ചാ പോയാ മതി ആ ചെക്കൻ പറഞ്ഞൊന്നും കേക്കണ്ട നിങ്ങൾക്ക് അറിയണില്ലേ അപ്പൊ മൂത്തമ്മ വിഷമിക്കാണ്ടാച്ച് മൂത്തമ്മ അറിയും ഞങ്ങൾക്കൊക്കെ കുഞ്ഞാപ്പൂനെ അറിയാം കുഞ്ഞാപ്പൂനെ അറിയാം എല്ലാരും അറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ചോറ് വെക്കാനൊന്നും നേരമില്ല എനിക്ക് വെച്ചാന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ വേണ്ടതാണ് ഞങ്ങൾക്ക് ഇനി പുറത്തേക്ക് പോവാണ്ട് പറഞ്ഞിട്ട് ഓരാണ്ട് പോയി അതിന്റെ ദിവസം ഇമ്മ സ്വസ്ഥരല്ലേ ഇന്നെ അടിക്കാൻ വരി തന്നെ ദേഷ്യമൊക്കെ പൊട്ടിട്ട് ഇന്നെ അടിക്കാൻ വന്നിട്ട് അങ്ങോട്ട് ആലടിക്ക് പോയി അങ്ങോട്ട് ഞാൻ കണ്ടേ കൂടെ അവിടെ ആലടി പോയിക്കുന്നു അപ്പൊക്ക് പേടി കഴിഞ്ഞാണ്ട് പോടിയതാണ് മൂത്താപ്പഞ്ഞ് വരുമോ അങ്ങോട്ട് അപ്പൊ ഞാൻ വരിക്കാരല്ലേ അറിയാ അല്ല ഇങ്ങനൊക്കെ പറഞ്ഞാ പിന്നെ വരുമോ ഇമ്മ പറഞ്ഞല്ല ഞാൻ പറഞ്ഞൊന്നല്ലോ എന്നാലും ഇങ്ങോട്ടല്ലേ വരിക അങ്ങോട്ട് വരിക്കാരോ എന്നാ കുഞ്ഞാപ്പോ ഇനി അങ്ങോട്ടൊന്നും പോണ്ട പെരേക്കന്നെ പോയിക്കോ ഉമ്മടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ഉണ്ടാവും മൂത്താമ്മ വാഴക്ക വന്നിട്ടുണ്ട് വലിയ പാക്കറ്റ് വാഴക്ക വന്നിട്ടുണ്ട് അത് ഉമ്മ ഒന്നും രണ്ടും ഞാൻ തിന്നാട്ടെ പൈസ ഇട്ടിക്കാൻ വയ്യ ഞാൻ പോയി തിന്നോ ഞാൻ വരണോ ഇതല്ല